ഈ സമ്മർ സ്ലാമിൽ ഇപ്പോഴത്തെ യുണൈറ്റഡ് സ്റ്റേറ്റ് ചാമ്പ്യൻ ലോഗൻ പോൾ ചാമ്പ്യൻഷിപ്പ് തോൽക്കാൻ ചാൻസ് ഇല്ല എന്നും LA നൈറ്റ് ഇപ്രാവശ്യവും ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യാതെ പോകും എന്നാണ് ഇപ്പോൾ ഭയങ്കരമായി ന്യൂസ് എല്ലാം വരുന്നത്. അതുപോലെ CM പങ്ക്, ഡ്രൂ മാക്കൻടയർ ഇവരുടെ മാച്ച് സമ്മർ സ്ലാമിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതോടുകൂടി ഈ ഒരു ഫ്യൂഡ് അല്ലെങ്കിൽ സ്റ്റോറി അവസാനിക്കുമെന്ന് CM പങ്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് സാധ്യതയുണ്ടോ ഇവർക്ക് ട്രിപ്പിൾ ത്രെഡ് മാച്ച് വരുമോ എന്നുള്ളതിനെ പറ്റിയും പറയാം. അതുപോലെ തന്നെ AEW റെസ്ലറായ ഡാനിയൽ ബ്രയൻ അഥവാ ബ്രയൻ ഡാനിയൽസൺ റെസ്ലിംഗ് വിട്ട് റിട്ടയർ ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ ഒരു മാച്ച് ഇന്നലെ AEW കൺഫേം ആയിട്ടുണ്ട്. അതിനെ പറ്റിയും ഈ വീഡിയോയിൽ പറയാം. ഈ ന്യൂസ് എല്ലാം പറയുന്നതിനേക്കാൾ മുൻപായിട്ട് സർവൈവൽ സീരീസ് വാർ ഗെയിം ഈ വരുന്ന നവംബർ 30-ാം തീയതിയാണ് WWE നടത്തുന്നത്. അപ്പോൾ ആ മാസമുള്ള മറ്റൊരു പ്രത്യേകത, നവംബർ മാസത്തിൽ 2 സ്പെഷ്യൽസ് നമുക്ക് കാണാൻ സാധിക്കും. നവംബർ 2-ാം തീയതി ക്രൗൺ ജുവലും നവംബർ 30-ാം തീയതി സർവൈവൽ സീരീസ് വാർ ഗെയിമും. ആ സമയത്ത് മാത്രമല്ല, ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇടയ്ക്ക് ഒരേ മാസം 2 സ്പെഷ്യൽസ് വരും. അതിനെപ്പറ്റിയെല്ലാം ഞാൻ മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സർവൈവൽ സീരീസ് വാർ ഗെയിം നവംബർ 30-ാം തീയതി. അപ്പോഴേക്കും ബ്ലഡ് ലൈൻ വേഴ്സസ് റോമൻ റെയിൻസ് സ്റ്റോറി ലൈൻ, സാമി സൈൻ, ജെയ് യൂസോ ഇവരെല്ലാം അതിൽ ആഡ് ആയിക്കൊണ്ട് ഒരു വേറെ ലെവൽ മരണമാസ് മാച്ച് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഓൾഡ് ബ്ലഡ് ലൈനും ഇപ്പോഴത്തെ ബ്ലഡ് ലൈനും വെച്ച് നോക്കുമ്പോൾ സോളോ സിക്കാവ എന്ത് കാണിക്കാനാണ് എന്നറിയില്ല. എന്തായാലും മാച്ച് എല്ലാം വേറെ ലെവലായിരിക്കും. കാരണം റോമന്റെ കൂടെ അമ്മാതിരി റെസ്ലേഴ്സ് ആണ് ഉള്ളത്. ഇനി ഡാനിയൽ ബ്രയൻ റെസ്ലിംഗ് വിട്ട് പോകുന്ന കാര്യത്തെ പറ്റി പറയാം. അതായത് കുറച്ചുനാൾ മുൻപ് ബ്രയൻ ഡാനിയൽസൺ ഇന്റർവ്യൂവിൽ പറഞ്ഞത് റെസ്ലിംഗ് വിട്ട് റിട്ടയർ ചെയ്യുന്ന കാര്യത്തെ പറ്റിയാണ്. എന്നാൽ ഇന്നലെ നടന്ന AEW ഷോയിൽ അതിന്റെ ഒരു സ്റ്റാർട്ടിങ് കാണിച്ചിട്ടുണ്ട്. അതായത് ഇപ്പോഴത്തെ AEW ചാമ്പ്യനായ എന്ന റെസ്ലറെ ബ്രയൻ ഡാനിയൽസൺ AEW ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ട് ഓഗസ്റ്റ് മാസം നടക്കുന്ന AEW ഓൾ ഇൻ എന്ന് പറയുന്ന സ്പെഷ്യൽസിൽ ചാലഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചാലഞ്ചിന്റെ പ്രത്യേകത, കരിയർ ഫോഴ്സസ് ടൈറ്റിൽ മാച്ചായിട്ടാണ് ബ്രയൻ ഡാനിയൽസൺ അഥവാ ഡാനിയൽ ബ്രയൻ ചാലഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ മാച്ചിൽ ഡാനിയൽ ബ്രയൻ വിൻ ചെയ്യുകയാണെങ്കിൽ ചാമ്പ്യൻഷിപ്പ് കിട്ടും. അഥവാ തോറ്റുപോയാൽ ഡാനിയൽ ബ്രയൻ ഒരിക്കലും മാച്ച് ചെയ്യാൻ പാടില്ല. ഇതാണ് ഈ ഒരു മാച്ചിന്റെ റൂൾസ്. അപ്പോൾ ഈ മാച്ചിന്റെ റിസൾട്ട് എന്താകും എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഈ മാച്ചിൽ ബ്രയൻ ഡാനിയൽസൺ തോൽക്കാനാണ് ചാൻസ് ഉള്ളത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്ന് വെച്ചാൽ, ഡാനിയൽ ബ്രയൻ ഇപ്പോൾ പഴയതുപോലെയൊന്നും റെസ്ലിംഗ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. എന്നാലും ഒരുപാട് വേദനയെല്ലാം അനുഭവിച്ചാണ് AEW പല മാച്ചെല്ലാം ചെയ്ത് മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, WWE ആയിരിക്കുമ്പോൾ ഒരു വലിയ ഇഞ്ചുറി സംഭവിച്ച് റെസ്ലിംഗ് ചെയ്യാൻ പാടില്ല എന്ന് തന്നെ പറഞ്ഞതാണ്. അതിനുശേഷം അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് വന്നാണ് ഡാനിയൽ ബ്രയൻ ഇപ്പം മുന്നോട്ട് പോയത്. അപ്പോൾ ഈ ഒരു കാരണം മെയിനായിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു കാരണം, ബ്രയൻ ഡാനിയൽസൺ AEWയുടെ ക്രിയേറ്റിവിറ്റി ടീമിലുണ്ട് എന്ന് AEW കാണുന്ന പലർക്കും അറിയാം. ഇനി മുതൽ അതിൻ്റെ സ്ട്രോങ് കൂട്ടാനാണ് പോകുന്നത്. ഞാൻ ഇന്നലെ ചെയ്ത വീഡിയോയിൽ പറഞ്ഞു, ഷെയ്ൻ മിക്മാൻ, ഡാനിയൽ ബ്രയൻ ഇവരുടെ കോംബോ AEWയിൽ കാണാൻ സാധിക്കുമെന്ന്. അപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ്ങിനും ഒരു ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതിനർത്ഥം ഡാനിയൽ ബ്രയൻ ആ മാച്ചിൽ 100% തോൽക്കുമെന്നല്ല. ഡാനിയൽ ബ്രയൻ ഇന്റർവ്യൂവിൽ പറഞ്ഞ കാര്യവും ഇപ്പോൾ ഈ ഒരു മാച്ച് കൺഫേം ചെയ്തതെല്ലാം വെച്ചാണ് ഇങ്ങനെ പറയുന്നത്. ഡാനിയൽ ബ്രയൻ തോറ്റുകൊണ്ട് ഷെയ്ൻ മിക്മാനുമായിട്ട് AEW നടത്തി മുന്നോട്ട് പോകുമെന്ന്. അപ്പോൾ ഇതങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ AEW വേറെ ലെവലാവാൻ ചാൻസ് ഉണ്ട്. അതുപോലെയുള്ള മാച്ച് സ്റ്റോറി ലൈനെല്ലാം ഇവർ AEW ചെയ്യും. പിന്നെ ഷെയ്ൻ മിക്മാൻ എന്തായാലും ഇപ്രാവശ്യം മരണമാസമായിട്ട് AEW കൊണ്ടുപോകും. അതിന് മറ്റൊരു കാരണമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, റെസൽമേനിയ 39-ൽ ഷെയ്ൻ മിക്മാൻ വന്ന് മിസ്സിനോടൊപ്പം ഒരു മാച്ച് ചെയ്യാൻ നോക്കിയതായിട്ട് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ നിർഭാഗ്യവശാൽ ആ മാച്ചിൽ ഷെയ്ൻ മിക്മാന്റെ കാലൊടിഞ്ഞ് ഒരു ഇഞ്ചുറി സംഭവിച്ചു. അതിനുശേഷം ആ മാച്ചെല്ലാം സ്റ്റോപ്പ് ചെയ്ത് ഷെയ്ൻ മിക്മാൻ WWE വിട്ട് പോയി. എന്നാൽ ഷെയ്ൻ മിക്മാൻ പറയുന്നത്, പിന്നീട് ഇഞ്ചുറി എല്ലാം മാറി. അതായത് റെസൽമേനിയ 39-ന് ശേഷം പല പ്രാവശ്യമായിട്ട് WWE വരാനുള്ള ഒരു ആഗ്രഹം താൻ കാണിച്ചിരുന്നു എന്നും, എന്നാൽ WWEക്ക് ഷെയ്ൻ മിക്മാന്റെ അടുത്ത് ഇൻട്രസ്റ്റ് ഇല്ലാതെ ഷെയ്ൻ മിക്മാനെ ഒഴിവാക്കി എന്നാണ് പറയുന്നത്. അതായത് ഷെയ്ൻ മിക്മാൻ ഇങ്ങോട്ട് വരാൻ തന്നെയാണ് ഇരുന്നത്. എന്നാൽ WWE ഷെയ്ൻ മിക്മാനോട് വലിയ താല്പര്യമൊന്നും കാണിച്ചില്ല. പിന്നെ WWE ടീമിനും ഏകദേശം അറിയാം ഷെയ്ൻ മിക്മാൻ AEWയിൽ പോകുമെന്ന്. എന്നിട്ടും ഇവർ ഷെയ്ൻ മിക്മാൻ്റെ അടുത്ത് വലിയ താല്പര്യമൊന്നും കാണിച്ചില്ല. അതായത് ഈ ഒരു കാരണം കൊണ്ടാണ് ഷെയ്ൻ മിക്മാൻ AEWയിലേക്ക് പോകുന്നത്. പിന്നെ ഷെയ്ൻ മിക്മാനും AEW ഒന്നിക്കാനുള്ള കാരണം മുൻ WWE സൂപ്പർ സ്റ്റാർ ആയിരുന്ന സാഷ ബാങ്ക്സ് ആണ്. അതായത് സാഷ ബാങ്ക്സ് ആണ് ടോണി ഖാനുമായിട്ട് ഷെയ്ൻ മിക്മാന് സംസാരിക്കാനുള്ള സാഹചര്യമെല്ലാം ഒരുക്കി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ WWE കൈവിട്ടതുകൊണ്ടാണ് ഷെയ്ൻ മിക്മാൻ AEWയിൽ പോകുന്നത്, അല്ലാതെ വാശി കാണിച്ചിട്ടല്ല. ഇനി യുണൈറ്റഡ് സ്റ്റേറ്റ് ചാമ്പ്യൻ ലോഗൻ പോൾ എന്തുകൊണ്ടാണ് ചാമ്പ്യൻഷിപ്പ് സമ്മർ സ്ലാമിലും തോൽക്കാത്തത്?
അങ്ങനെ വന്നിട്ടുള്ള ആ ന്യൂസിനെ പറ്റി പറയാം. അതായത് സമ്മർ സ്ലാം പ്രെഡിക്ഷൻ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ലോഗൻ പോൾ വിൻ ചെയ്യാനായിട്ട് ഒരു റൂമർ ന്യൂസ് ഉണ്ട് എന്ന്. അപ്പോൾ ആ കാരണം മറ്റൊന്നുമല്ല, ലോഗൻ പോൾ ഇപ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്ത് ഒരു ലോങ്സ്റ്റ് ചാമ്പ്യനായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ചാമ്പ്യൻഷിപ്പ് മാച്ച് ചെയ്തില്ല എങ്കിലും WWE ലോഗൻ പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്തതിൽ ഇപ്പോഴും വളരെയധികം സന്തോഷമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ലോഗൻ പോൾ എവിടെ പോയാലും എന്ത് ഷോയിൽ പോയാലും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻഷിപ്പും കൊണ്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ WWE നല്ല മാർക്കറ്റിംഗ് ഇതിൽ നിന്നും കിട്ടുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതേ കാരണം തന്നെ കാണിച്ചുകൊണ്ട് റെസൽമേനിയയിൽ ചാമ്പ്യൻഷിപ്പ് തിരികെ വാങ്ങിച്ചില്ല. ഈ സമ്മർ സ്ലാമിലും ലോഗൻ പോൾ സ്റ്റിൽ ചാമ്പ്യനായി മുന്നോട്ട് പോകും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ എൻ്റെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ LA നൈറ്റിനെ ഇവർ പ്രൊമോട്ട് ചെയ്ത് പല മാച്ചിലും തോൽപ്പിച്ച് പണ്ടാറടക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു പ്രാവശ്യം കൂടിയും LA നൈറ്റിനെ തോൽപ്പിക്കുകയാണെങ്കിൽ LA നൈറ്റിൻ്റെ കരിയർ ഇവിടെ വെച്ച് സ്റ്റോപ്പാകും. അപ്പോൾ ഞാൻ എൻ്റെ പ്രിഡിക്ഷൻ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ LA നൈറ്റ് തന്നെയാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യാൻ പോകുന്നത്. പക്ഷേ ലോഗൻ പോൾ ജയിക്കാനായിട്ടുള്ള ചില സാധ്യതകൾ അത് ഈ വീഡിയോയിൽ പറഞ്ഞു എന്ന് മാത്രം. ഇനി CM പങ്ക് പറഞ്ഞതുപോലെ ഡ്രൂ മാക്കിൻടയറുമായിട്ടുള്ള ഫ്യൂഡ് സമ്മർ സ്ലാമിൽ അവസാനിക്കുമോ എന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം അതിന് യാതൊരു ചാൻസും ഇല്ല എന്ന്. അതായത് സെത്ത് റോളൻസിനെ സ്പെഷ്യൽ റെഫറിയാക്കി ആഡ് ചെയ്തതുകൊണ്ട് സെത്ത് ഇവരെ രണ്ടുപേരെയും അറ്റാക്ക് ചെയ്യാനോ മാച്ചിൻ്റെ അവസാനത്തിൽ CM പങ്കിനെ തോൽപ്പിക്കാനും ചാൻസ് ഉണ്ട്. പിന്നീട് ഇത് ട്രിപ്പിൾ ത്രെഡ് സ്റ്റോറി ലൈനായിട്ട് പോയി ഇവർക്ക് ട്രിപ്പിൾ ത്രെഡ് മാച്ച് വരുന്നത് പോലെയും ഈ മാച്ചിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിനേക്കാൾ മുൻപായിട്ട് CM പങ്കിനും ഡ്രൂ മാക്കിൻടയറിനും ഒരു റീമാച്ചും വരാൻ ചാൻസ് ഉണ്ട് എന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ മൊത്തത്തിൽ ഇങ്ങനെയാണ് ഈ സ്റ്റോറി ലൈൻ പോവുക. അതായത് CM പങ്ക് മാക്കിൻടയർ ഇവർക്ക് റീമാച്ച് വെക്കും. പിന്നീട് സെത്ത് റോളൻസുമായിട്ട് വീണ്ടും സ്റ്റോറി ലൈൻ ചെയ്ത് ഇവർക്ക് ട്രിപ്പിൾ ത്രെഡ് മാച്ച് വരും. അതിനുശേഷം റെസൽമേനിയയിൽ സെത്ത് റോളൻസിനും CM പങ്കിനും സിംഗിൾസ് മാച്ച് 1-on-1 മാച്ച് വരും. അതല്ലാതെ CM പങ്ക് പറഞ്ഞതുപോലെ സമ്മർ സ്ലാമിൽ ഈ സ്റ്റോറിയൊന്നും എൻഡാവില്ല. അപ്പോൾ ഇത് നമ്മളിൽ പലർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാലും ഇങ്ങനെ ഒരു ന്യൂസ് കിട്ടിയപ്പോൾ പറഞ്ഞു എന്ന് മാത്രം. പിന്നെ സമ്മർ സ്ലാം പ്രഡിക്ഷൻ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. കണ്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നാളത്തെ സ്മാക്ക് ഡൗൺ എപ്പിസോഡും മറക്കാതെ കാണുക. വേറെ ലെവലായിട്ടുള്ള എന്തെങ്കിലും ഒരു ട്വിസ്റ്റ് നമുക്ക് സ്മാക്ക് ഡൗണിൽ പ്രതീക്ഷിക്കാം. ഉദാഹരണം ജിമ്മി യൂസോടെ റിട്ടേണോ അങ്ങനെ എന്തെങ്കിലും.